ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു മട്ടൻ കറിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. മല്ലിയും മുളകും കൂടി നന്നായി വറുത്ത് അരച്ചെടുക്കണം. എനിക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇന്നിവിടെ മട്ടൻ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നന്നായി കറി വെച്ചെടുക്കാം. സവാളയും പച്ചമുളകും നേരേക്ക് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നേരേക്ക് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. വറുത്ത് വെച്ച മല്ലിയും മുളകും നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുരുമുളക് നന്നായി ചേർക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ പെരുംജീരകം ചേർക്കുന്നുണ്ട്. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മട്ടനിൽ നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു കുക്കറിൽ നമ്മൾ മട്ടൻ ഇട്ടിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിടാം. പിന്നെ നമ്മൾ അതിൽ സവാളയൊക്കെ വഴറ്റുമ്പോൾ അപ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഉപ്പും അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ചേർക്കുന്നു. പിന്നെ അതിൻ്റെ സവാളയുടെ ഇതിലെല്ലാം വഴറ്റുമ്പോൾ നമ്മൾ ബാക്കി കൂടി ചേർക്കും. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാമല്ലോ. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി അരച്ച് വെച്ച മസാല ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇവിടെ എല്ലാവർക്കും നല്ല എരിവ് വേണം, അതുകൊണ്ട് ഞാൻ നല്ല എരിവ് ചേർത്തിട്ടുണ്ട്. നല്ല കളറുണ്ട്. ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സവാളയും പച്ചമുളകും കൂടി വേവിക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും എല്ലാം കൂടി വഴറ്റിയെടുക്കാം. സവാള മൂത്ത് വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് അതിൽ കൂടെ. നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ ബാക്കി കൂടി ചേർക്കുന്നു. മഞ്ഞൾപ്പൊടിയും കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറുവപ്പട്ടയും കറി മസാല എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വെന്ത് വന്ന മട്ടൻ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മട്ടൻ. ഇത് നമുക്ക് ആ മൂപ്പിച്ച് വെച്ച സവാളയ്ക്ക് ചേർക്കാൻ പോകണം. ഇതിൽ കിടന്നിട്ട് ഇത് നന്നായി ഒന്ന് കുറുകി വരണം. അടച്ച് വെച്ചിട്ട് നമ്മൾ കുറഞ്ഞ തീയിലിട്ടിട്ട് നന്നായി കുറുകി വരുന്നവരെ കാത്തിരിക്കുക. അങ്ങനെ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നന്നായി കുറുകി, ചാറെല്ലാം നന്നായി കുറുകിയിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ.